നിലമ്പൂരിൽ ബി.ജെ.പി. മത്സരിക്കും. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനമായി. മത്സരിക്കേണ്ടവരുടെ 3-അംഗ പട്ടിക സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാക്കി. രാജീവ് ചന്ദ്രശേഖർ നാളെ നിലമ്പൂരിലേക്ക് പോകും. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, നിലമ്പൂരിൽ LDF, UDF സ്ഥാനാർത്ഥികൾ പ്രചാരണവുമായി സജീവമാകുമ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ NDAക്ക് സാധിക്കുന്നില്ലായിരുന്നു. BDJS സ്ഥാനാർത്ഥി നിൽക്കുമെന്ന സൂചനകൾ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആശങ്കയൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാകും സ്ഥാനാർത്ഥി? ആ 3 പേരുടെ പട്ടിക, ആ 3 പേര് ആരെന്ന് അതിൽ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? സന്ധ്യ, സമീപകാലത്തൊന്നും BJP സംസ്ഥാന നേതൃത്വം നേരിടാത്ത പ്രതിസന്ധിയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടത്. കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും പത്രിക സമർപ്പണത്തിന്റെ അവസാന തീയതിക്ക് മുൻപ് തലേ ദിവസം വരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ടായി. ഇന്നിപ്പോൾ രാത്രിയോടെയാണ് ആ പ്രതിസന്ധിക്ക് ഒരു വിരാമമായത്. BJP തന്നെ നിലമ്പൂരിൽ മത്സരിക്കാം, പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്തിറങ്ങാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് BJP നേതൃത്വം ചെയ്തിരിക്കുന്നത്. മത്സരിപ്പിക്കേണ്ടവരുടെ 3-അംഗ പട്ടിക സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സംസ്ഥാന ഭാരവാഹി തന്നെ നിലമ്പൂരിലേക്ക് നാളെ ഉച്ചയോടെ എത്തിച്ചേരും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള A ഫോമും B ഫോമും, അതായത് ദേശീയ അധ്യക്ഷന്റെയും സംസ്ഥാന അധ്യക്ഷന്റെയും അംഗീകാരം സർട്ടിഫിക്കറ്റ് അടങ്ങിയതാണ്. ഇതടക്കം നിലമ്പൂരിലേക്ക് നാളെ തന്നെ എത്തിക്കും. രാജീവ് ചന്ദ്രശേഖർ നാളെയോടെ തന്നെ നിലമ്പൂരിലേക്ക് തിരിക്കും. മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പുതിയ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 3 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ 3 പേരെന്ന് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങൾ വിശദീകരിച്ചില്ല. കാരണം ഒരു അന്തിമ 3 പേരുടെ പട്ടികയാണ് സാധാരണഗതിയിൽ BJP തയ്യാറാക്കുക. അത് ദേശീയ നേതൃത്വമാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിലമ്പൂരിലെ മത്സരം അനാവശ്യമാണ് എന്നതാണ്. ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അതായത് NDA മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ ഒരു പ്രതികരണം രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ BJPയിൽ തന്നെ അതിലൊരു ഭിന്നതയുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് പാർട്ടിക്കൊരു ക്ഷീണമുണ്ടാക്കും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ അത് പാർട്ടിക്ക് വലിയൊരു ക്ഷീണമാകും എന്ന കാര്യമൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഭിന്നത ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും? സന്ധ്യ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ തന്നെയാണ് BJP മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു സംശയത്തിലാണ് എന്ന വാർത്ത നമ്മൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അത് പിന്നീട് വലിയ ചർച്ചയാവുകയായിരുന്നു. മാത്രമല്ല BJPക്കുള്ളിൽ, അതായത് പാർട്ടിക്ക് മണ്ഡലത്തിൽ മത്സര സാധ്യതയില്ല എന്ന നിലപാടിലാണ് ആദ്യം മുതൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ പാർട്ടിക്ക് അതായത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിൽ ജയസാധ്യത എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായും ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുക എന്ന പൊതു അടിസ്ഥാന പാഠം മറക്കുന്നു എന്ന ചിന്തയാണ് പാർട്ടിക്കകത്തുള്ള മുതിർന്ന നേതാക്കൾ പലരും പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അത് ജയസാധ്യത ഇല്ല എന്ന് പറയുമ്പോഴും 2021 BJPക്ക് 8,595 വോട്ടും 2016 BDJS മത്സരിച്ചപ്പോൾ അന്ന് 12,284 വോട്ടും ഏറ്റവും ഒടുവിൽ വയനാട് മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അപ്പോൾ കെ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 17,500 വോട്ട് ലഭിച്ചാണ്. അപ്പൊ അതായത് പാർട്ടി ചിഹ്നത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഇത്രയധികം BDJS സ്ഥാനാർത്ഥിയാകും മത്സരത്തിന് ഇറങ്ങുക എന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ BJP സംസ്ഥാന നേതാക്കൾ നിലമ്പൂരിലെത്തി BDJSുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം മാറി BDJS സ്ഥാനാർത്ഥി വേണ്ട, BJP സ്ഥാനാർത്ഥി തന്നെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതായത് പ്രാഥമികമായ പാഠം നേതൃത്വം മറന്നു എന്ന ഒരു കടുത്ത അമർഷം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതായത് ജയസാധ്യതയില്ല അല്ലെങ്കിൽ മത്സര സാധ്യതയില്ല എന്ന നിലപാടൊക്കെ എടുത്ത് അതൊരു പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായി, ഒരു എതിർ വികാരമുണ്ടാക്കി. ഇതിനപ്പുറത്തേക്ക് BJP മത്സരിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് കണക്ക് BJPക്ക് ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ BJP മത്സരിക്കാതെ മാറി നിൽക്കുമ്പോൾ ആ വോട്ട് ആർക്ക് വോട്ട് ചെയ്യും? BJPയുടെ പൊളിറ്റിക്കൽ വോട്ട് അത് UDFോ LDFോ നേടി അല്ലെങ്കിൽ BJP വോട്ട് കച്ചവടം നടത്തി എന്ന വലിയ ആക്ഷേപം തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപ് നേരിടേണ്ടി വരും. ഇപ്പോൾ തന്നെ BJP മത്സര രംഗത്തുണ്ടാകില്ല അല്ലെങ്കിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം സംശയം ഉന്നയിച്ചപ്പോൾ രണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത് വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു LDFന് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് UDF പരസ്യമായി രംഗത്തെത്തി. അപ്പോൾ BJP തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുൻപും ഒരു വോട്ട് കച്ചവടത്തിന് വഴിയൊരുക്കി അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ വേണ്ടിയാണ് മാറി നിന്നത് എന്ന വലിയ രാഷ്ട്രീയ വിമർശനത്തിന്. ശരി പ്രശാന്ത്, എന്തായാലും നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നൊരു തീരുമാനം എത്തിയിരിക്കുകയാണ്. 3 പേരുടെ പേര് പരിഗണനയിലുണ്ട്.